മന്ത്രി. ബിജെപിയുടെ മറുപടി നോക്കാം. കേണൽ എസ് ഡിന്നി, അങ്ങ് കേട്ടല്ലോ വി.എസ്. സുനിൽകുമാർ പറഞ്ഞ കാര്യങ്ങൾ. ഇപ്പോൾ തൃശ്ശൂരിലേക്ക് മാത്രം എത്തുകയാണെങ്കിൽ തൃശ്ശൂരിൽ നിങ്ങൾ പുതുതായി ചേർത്ത വോട്ടർമാർ അവരവിടെ തന്നെയുണ്ട് എന്ന് അങ്ങേക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുമോ? മാം, ആദ്യം തന്നെ ഞാനൊരു റിക്വസ്റ്റാണ്, എന്നെ ഒരു 5-6 മിനിറ്റെങ്കിലും ഇൻറ്ററപ്റ്റ് ചെയ്യാതെ ഒന്ന് അനുവദിക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങയുടെ എല്ലാ ഇൻറ്ററപ്ഷൻസിനും അല്ലെങ്കിൽ എല്ലാ ചോദ്യത്തിനും ഞാൻ ഉത്തരം പറയാം. ശ്രീ സുനിൽകുമാർ ഇവിടെ ധാരാളം കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ അതിന് ഉത്തരം പറയാം. അതിൻ്റെ ഫസ്റ്റായിട്ട് തന്നെ ഇപ്പം ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് ചാർജ്, അതായത് തൃശ്ശൂരിൽ വോട്ട് ഇൻക്രീസ് വന്നു, അതുകൊണ്ട് അവിടെ ഫേക്ക് വോട്ട്സ് വന്നു എന്നുള്ളതാണ്. അതായത് വോട്ട് ധാരാളം കൂടി. ആ ധാരാളം കൂടിയതുകൊണ്ടാണ് BJP ജയിച്ചെന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഡാറ്റ വെച്ച് തന്നെ സംസാരിക്കാം. 2019 തൃശ്ശൂരിൽ ആ വർഷം കൂടിയത് 62,318, ഏകദേശം 4.89. ഇത് ഈ കണക്ക് ഞാൻ പറയുന്നത് കോൺഗ്രസ് വിട്ട അവരുടെ ട്വിറ്ററിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. കോൺഗ്രസ് ഇവിടെ എങ്ങനെയാണ് ഈ വോട്ട് ചോരി എന്നുള്ള ആ ട്വീറ്റിൽ നിന്നാണ് ഞാൻ ഈ ഡാറ്റ എടുക്കുന്നത്. അപ്പോൾ 2019 തൃശ്ശൂരിൽ 62,318 വോട്ട് മാത്രമേ ഉള്ളായിരുന്നു കൂടിയത്. അതേ സമയത്ത് തന്നെ പൊന്നാനിയിൽ 1,76,377 വോട്ട് കൂടി, 14.95%. അന്ന് BJP പറഞ്ഞായിരുന്നു ഈ വോട്ട് ഇൻക്രീസ് ചെയ്തത് ഫേക്ക് ആയിട്ടുള്ളതാണോന്നും ഇല്ല. ഇനി മലപ്പുറം 1,72,160, 14.37% കൂടി. അന്നും ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞിട്ടില്ല, ഇത് അവിടെ ഫേക്ക് വോട്ടാണ്, അത് കൂടി, അത് നാച്ചുറൽ ആയിട്ടുള്ള രീതിയിലേക്ക് തന്നെയാണ് പറയുന്നത്. ഇനി കോഴിക്കോട് 1,37,136, 11.64%. അപ്പം അവിടെയും ഇത് കൂടിയിട്ടുണ്ട്. ഇനി കാസർഗോഡ് ആണെങ്കിൽ 1,20,364, 9.7. ഇത് 2019 കണക്കാണ്. ഇനി 2024 കണക്ക് പറയാം, ഇവരിപ്പം പറയുന്ന കണക്ക്. ഓക്കെ, തൃശ്ശൂരിൽ കൂടിയത് 1,46,656 എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം, പൊന്നാനിയിൽ 14 ലക്ഷം, അതായത് 1,14,000 അവിടെ കൂടി. ഇനി വടകരയിൽ 1,35,633 വോട്ട് വടകരയിൽ കൂടിയപ്പം അവിടെ എന്തുകൊണ്ടാണ് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞു അവിടെ ഫേക്ക് വോട്ടാണ് കൂടിയെന്ന്? അതായത് തൃശ്ശൂരിൽ 10.97% വോട്ട് കൂടിയപ്പം വടകരയിൽ 10.54% വോട്ട് കൂടി. അവിടെ ആരെങ്കിലും പറഞ്ഞോ നമ്മളത് ഫേക്ക് വോട്ടാണെന്ന്? അല്ലെങ്കിൽ അതുകൊണ്ടാണോ ശ്രീ ഷാഫി പറമ്പിൽ ജയിച്ചെന്ന് ഞങ്ങൾ പറഞ്ഞോ? ഇല്ലല്ലോ. വർഷങ്ങൾക്കിപ്പുറം വോട്ടർമാർ കൂടുമെന്നുള്ളത് എല്ലാ മണ്ഡലത്തിലെയും പ്രത്യേകതയാണ്, അതിലൊരു പുതുമയില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള മണ്ഡലമായി തൃശ്ശൂർ വളർന്നു. അത് തൃശ്ശൂർ മാത്രമല്ല, വേറെ ജില്ലകൾ അങ്ങേക്ക് ചൂണ്ടിക്കാണിക്കാം, അത് ശരിയാണ്. പക്ഷേ അസ്വാഭാവികമായി BJPക്ക് സ്വാധീനമുള്ള മേഖലകളിലേക്ക് വലിയ തോതിൽ വോട്ടർമാർ എത്തുന്നു. ആ വോട്ടർമാർ എങ്ങനെ കൂടി എന്ന് ഈ പറയുന്ന ആരോപണം ഉന്നയിച്ച പ്രതിപക്ഷ പാർട്ടികൾ പരിശോധിക്കുമ്പോൾ അതിൽ ചില അസ്വാഭാവികതകളുണ്ട്. അതാണ് ഈ പറയുന്നത്. ചേലക്കരയടക്കം മറ്റ് മണ്ഡലങ്ങളിൽ നിന്നടക്കം ഇവിടേക്ക് ആളുകൾ വന്നിട്ടുണ്ട്. അതുകൂടാതെ ഈ പറയുന്ന അതിഥി തൊഴിലാളികളെയും ഈ തരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവരവിടെ തന്നെ തുടരുന്നുണ്ടോ എന്നതാണ് എൻ്റെ ചോദ്യം. അങ്ങ് പറയുന്നത് ശരിയാണ്, വോട്ടർമാർ കൂടുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. 2019 കണക്കായിരിക്കില്ലല്ലോ 2024 വരിക. അതെ മാം, അതിൻ്റെ ഒരു ഉത്തരം ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പം BJPക്ക് സ്വാധീനമുള്ള സ്ഥലത്താണ് കൂടുന്നതെങ്കിൽ തിരുവനന്തപുരത്ത് 63,000 വോട്ട് മാത്രമേ കൂടിയിട്ടുള്ളൂ. അതായത് ഗ്രോത്ത് ഉള്ളത് 4.61% മാത്രമേ കൂടിയിട്ടുള്ളൂ. ഇനി ആറ്റിങ്ങൽ 50,166 മാത്രമേ കൂടിയിട്ടുള്ളൂ, 3.73% മാത്രമേ കൂടിയിട്ടുള്ളൂ. ഈ രണ്ട് മണ്ഡലവും ഞങ്ങൾക്ക് വളരെ സ്വാധീനമുള്ള മണ്ഡലമാണ്. അവിടെ വെറും 16,000 വോട്ടിലാണ് നമ്മൾ തോറ്റത്. അങ്ങനെയാണെങ്കിൽ അതേ ലോജിക്ക് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. എന്തുകൊണ്ട് നമ്മൾ ഒരൊറ്റ ഇതിൽ മാത്രം ചെയ്തു? സോ ഇത് BJPക്ക് സ്വാധീനമുള്ള സ്ഥലത്ത് മാത്രമല്ല ഇങ്ങനെ പറഞ്ഞു. അതൊരു മാം തന്നെ പറഞ്ഞാൽ ഒരു ഓർഗാനിക് ആയിട്ട് ഗ്രോ ചെയ്യേണ്ട സ്ഥലത്ത് അത് വരും. അതല്ലേ ഞാൻ പറഞ്ഞു, ഇത് ഒരൊറ്റ മണ്ഡലത്തിന് മാത്രമല്ല, പല മണ്ഡലങ്ങളിലും 1,00,000 മുകളിലുള്ള 5 മണ്ഡലങ്ങളും ഉണ്ട്. അതിനകത്ത് വടകര 1,35,000, തൃശ്ശൂർ 1,46,000. ഇതാണ് അതിന്റെ വ്യത്യാസം. അപ്പൊ വടകരയിൽ ഇല്ലാത്ത ലോജിക്ക് എങ്ങനെയാണ് തൃശ്ശൂരിൽ വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ അതാണ് ശ്രീ സുനിൽകുമാർ മനസ്സിലാക്കേണ്ടത്. ഇനി അദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞു, അതായത് അത് ഞാൻ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പോസ്റ്റ് കാർഡ് മതിയെന്ന് അതിന് മറുപടി പറഞ്ഞോളൂ. അതെ അതിന്റെ മറുപടി പറയാം. അതിന്റെ മറുപടി എന്ന് വെച്ചാൽ ബീഹാറിൽ നടക്കുന്നത് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ ആണ്. അത് ആർട്ടിക്കിൾ 324 കോൺസ്റ്റിറ്റ്യൂഷന്റെ സെക്ഷൻ 21(3) അതിനകത്ത് പറയുന്നുണ്ട്. അതായത് പീപ്പിൾസ് ആക്ട് 1950, റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് 1950, EC may at any time direct a special revision of the electoral roll
for any constituency or part of a constituency in such a manner as it may think fit. ഇത് ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ ആണ് ബീഹാറിൽ നടക്കുന്നത്. ഇവിടെ നടക്കുന്നത് ഒരു സാധാരണ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. അപ്പൊ എന്നാണോ കേരളത്തിൽ അതുപോലെ നടക്കുന്നത്, SIR വരുന്നത്, അപ്പം ഇതേ കാര്യങ്ങൾ, ഇതേ ഡോക്യുമെന്റ്സ് ഇവിടെയും വരും. അതാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്താണെന്നും സാധാരണ ഇലക്ട്രൽ റോൾസ് എന്താണെന്നുള്ളത് ബഹുമാനപ്പെട്ട സുനിൽ കുമാർ, അദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം ധാരാളം പദങ്ങളിൽ ഇരുന്നിട്ടുള്ള അദ്ദേഹം തീർച്ചയായിട്ടും അറിയാം. അപ്പൊ അതിനെ രണ്ടിനെ കമ്പയർ ചെയ്യുന്നതിനകത്ത് ഒരു ലോജിക്കും ഇല്ല എന്നുള്ളതാണ്. ഇനി ഒരു കാര്യം കൂടെ മാം നേരത്തെ അത് സൂചിപ്പിച്ചു, പക്ഷെ അത് എന്നാലും ഞാൻ ഒന്ന് പറഞ്ഞു പോവാം. അതായത് നമ്മുടെ കർണാടകയിൽ കോൺഗ്രസിന് തന്നെ മന്ത്രി KN രാജണ്ണ, കോർപ്പറേഷൻ മിനിസ്റ്റർ ഓഫ് കർണാടക, അദ്ദേഹം ഇപ്പോൾ റിസൈൻ ചെയ്തു. അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്തായിരുന്നു ഒന്ന് നോക്കൂ. One should remember that voter list were revised when our own government was at the helm. അതായത് നമ്മൾ ഓർക്കണം, നമ്മളെ ഗവൺമെന്റ് ഇരുന്ന സമയത്താണ് ഇലക്ട്രോൾ വോട്ട് റിവൈസ് ചെയ്തത്. ഇവിടെ ആരാ ഗവൺമെന്റ്? ശ്രീ സുനിൽകുമാറിന്റെ ഗവൺമെന്റിലെ. എന്തുകൊണ്ട് നമ്മുടെ പാർട്ടി അപ്പം കണ്ണടച്ചിരുന്നു? ഇത് അദ്ദേഹത്തിന്റെ വാക്കുകളാണ്. ശരിയാണ്, ചില ഇറഗുലേറ്റേഴ്സ് നടന്നു കാണാം, പക്ഷെ അത് നമ്മുടെ മൂക്കിന്റെ താഴെ നടക്കുന്നത് നമുക്ക് നാണക്കേടല്ലേ എന്നാണ് ശ്രീ രാജണ്ണ ചോദിക്കുന്നത്. ഇനി അല്ല, അത് കുഴപ്പമില്ല. രാജണ്ണ ഇനി എവിടേക്കാണ് ചെന്ന് ചേരുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ പോവുകയല്ലേ. We should have raised objection then. അപ്പോഴും നമ്മൾ ഒബ്ജക്ഷൻ റേസ് ചെയ്യണമായിരുന്നു. അത് കഴിഞ്ഞ് അപ്പോഴും നമ്മൾ മിണ്ടാതിരുന്നിട്ട് ഇപ്പൊ ഈ ഒബ്ജക്ഷൻ റേസ് ചെയ്തിട്ട് ഒന്നാമത്തെ കാര്യം അല്ലല്ല, കേണൽ ഡിന്നി 7 മണ്ഡലങ്ങൾ തിരഞ്ഞെടുത്ത്, അസ്വാഭാവികമായി വോട്ട് നഷ്ടപ്പെട്ട 7 മണ്ഡലങ്ങൾ തിരഞ്ഞെടുത്ത് അതിലൊന്നിൽ പരിശോധന നടത്തിയപ്പോൾ തെളിഞ്ഞ കാര്യങ്ങളെന്ന് രാഹുൽ ഗാന്ധി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ നേരത്തെ അറിയുന്ന കാര്യങ്ങൾ നമ്മുടെ മൂക്കിന് താഴെ എന്നും പറഞ്ഞിട്ടല്ല, മൂക്കിന് താഴെ പലതും നടക്കുന്നുണ്ടെന്നേ. Debate with Smriti Parithikar.